കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാമേ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് വറുത്ത് കോരാമേ. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുവാണേ. അതൊന്ന് മൂത്ത് വരുമ്പോൾ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി വന്ന നെയ്യിൽ ഒരു അരക്കപ്പോളം സേമിയ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയേ. അത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോണ്ട, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഒരുപാട് വെന്ത് ഉടഞ്ഞും പോവരുത്, എന്നാൽ വേവയും വേണം. ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവായേ. വെന്ത് കിട്ടിയേട്ടാ. ഇനി ഇതിനൊന്ന് മാറ്റി വയ്ക്കാമേ. ഇനി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുക്കണേ. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഏത്തപ്പഴമാണ് ആ 2 ഏത്തപ്പഴം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇത് ഇത്തിരി പഴുത്തു പോയ ഏത്തപ്പഴമാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് വഴറ്റുന്നില്ല. കാരണം ഒരുപാട് വഴറ്റി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ ഞാൻ അത് മാറ്റുന്നുണ്ട്. ഒരുപാട് പഴുക്കാത്ത ഏത്തപ്പഴമാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത് ക്യാരറ്റും ഏത്തപ്പഴവും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ദോശക്കല്ല് വെച്ച് അതിൻ്റെ പുറത്തൊരു പാന് റീഹീറ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. കുഴിവുള്ള പാൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിൽ വലിയ കുഴിവുള്ള പാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്ത് അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുവാണേ. ബ്രഷ് ഉണ്ടെങ്കിൽ നെയ്യ് എല്ലാ ഭാഗത്താകത്തക്ക വിധം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എൻ്റെ ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് പ്രീഹീറ്റ് ആവട്ടെ. ഇനി ബാറ്റർ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണേ. ഇനി അതിലേക്ക് 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ടീസ്പൂൺ ഒരു മീഡിയം മധുരമാണ് അപ്പോൾ 5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുവാണേ. അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാമേ. മുട്ട മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയില്ലേ, അത് എടുത്ത് അതിലേക്ക് ഈ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാമേ. അതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണേ. പയ്യെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പഴവും ക്യാരറ്റും മിക്സ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുത്ത് അതും ഇതേപോലെ ഇളക്കി എടുക്കണേ. ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കണം. കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രമില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കണേ. ഇത് വെച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കണേ. നിരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാമേ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഇത് പ്രീ ഹീറ്റ് ആയതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല നേരിട്ടാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. പാത്രത്തിൻ്റെ അടപ്പിലൊരു ഹോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കുവാണേ, ആവി പുറത്ത് പോകാതിരിക്കാനായിട്ട്. ഇനി അത് ആവി കയറ്റാൻ വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് പുറം ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ വേണം തുറന്ന് അതിൻ്റെ പുറത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വെച്ച് കൊടുക്കുവാണേ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ആവി കയറ്റിയെടുക്കാമേ. എനിക്ക് ഒരു 30 മിനിറ്റ് വേണ്ടി വന്നേട്ടാ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണേ. ആയില്ലെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റും കൂടെ വെക്കണം. എനിക്ക് 30 മിനിറ്റ് എടുത്തേട്ടാ. 30 മിനിറ്റിന് ശേഷം ഒരു ഈർക്കിൽ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കണേ. വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ശകലം ചൂടാറിയതിന് ശേഷമാണ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയത്. ഇത് ഞാൻ വേറൊരു ദോശ പാനിലോട്ട് മാറ്റി കൊടുക്കുവാണേ. നെയ്യ് തേച്ച പാനാണ് ഇനി ഇത് അടുപ്പി വെച്ച് ഒന്ന് ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുക്കണേ.
ഏത്തപ്പഴവും ക്യാരറ്റും സേമിയയും മുട്ടയും ഒക്കെ വെച്ച നല്ലൊരു പോളയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചെറുതായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് പോളയും ഏത്തപ്പഴ പോളയൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചാണ്. ക്യാരറ്റും ഏത്തപ്പഴവും സേമിയയും എല്ലാം കൂടെ ചേർത്തുള്ള പോള ഇതുവരേക്കും ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇത് മൂന്നും കൂടെ ചേർത്തതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.